ശ്രീരാമാരമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, രാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. കർക്കിടകത്തില് രാമായണം എല്ലാ വീടുകളിലും വായിക്കും. പക്ഷെ എൻ്റെയൊക്കെ വീട്ടിൽ എല്ലാ ദിവസവും രാമായണം വായിക്കുമായിരുന്നു. ആൾക്കാർക്ക് പണിയൊന്നും ഉണ്ടാവില്ല. കോരിച്ചൊരിയണ മഴയല്ലേ, ഇന്നത്തെ പോലെയല്ല, ഭയങ്കര മഴയാണെന്നൊക്കെ. അപ്പോൾ ആൾക്കാർക്ക് ഒരു മനസ്സിനെ ഈശ്വരനിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു വഴി. രാമായണം കേട്ടിരിക്കുമ്പോൾ ആ ഒരു ദുഷ്ടചിന്തകളൊക്കെ മാറും. അതേപോലെ ശരീരത്തിന് വേണ്ടിയിട്ട് ചെയ്തിരുന്ന ഒരു കാര്യമാണ് കർക്കിടകക്കഞ്ഞി എന്ന് പറയുന്നത്. ഒരു വർഷക്കാലത്തേക്കുള്ള ആരോഗ്യം നേടിയെടുക്കാനാണ് കർക്കിടകക്കഞ്ഞി കുടിച്ചിരുന്നത്. 2019 കൊറോണ വന്നില്ലേ, ആ സമയത്ത് പുറത്തിറങ്ങാൻ നിവൃത്തിയില്ലാതിരുന്നപ്പോഴാണ് ചെടിയോടൊരു താല്പര്യം തോന്നിയത്. കുറച്ച് ചെടിയൊക്കെ സംഘടിപ്പിച്ച് ഓൺലൈനൊക്കെ കുറച്ച് ചെടികളൊക്കെ വാങ്ങിച്ച് അതിലേക്ക് തിരിഞ്ഞു. മുറ്റമൊക്കെ നല്ല പച്ചപ്പ് പിടിച്ച് നിൽക്കുന്നത് വലിയ കാണാൻ നല്ല സന്തോഷമല്ലേ. ഇപ്പം നമ്മുടെ തോട്ടത്തിൽ അത്യാവശ്യം പയറുണ്ട്, വെണ്ട, ചീരകളുണ്ട്. ചീരച്ചേമ്പെന്നും പറഞ്ഞൊരു ഇലയുണ്ട്, ചേമ്പല. പിന്നെ പൊന്നാങ്കണ്ണി ചീരയുണ്ട്. പിന്നെ തെങ്ങുണ്ട്, വാഴയുണ്ട്, പ്ലാവ് വെച്ചിട്ടുണ്ട്. പിന്നെ സ്വീറ്റ് പൊട്ടറ്റോ, അതിൻ്റെ പേരയൊക്കെ നല്ല കാഴ്ച നിൽക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സീതപ്പഴം, വിഷമടിക്കാതെ കിട്ടുന്ന പച്ചക്കറികളാണ് അപ്പോൾ നമുക്കുള്ളത്. ഒരു 4-5 തരം മാവുണ്ട്. കാലാപ്പാടി മാവ്, മല്ലിക, സ്വർണ്ണരേഖ, അങ്ങനെ എന്തോ ഒരെണ്ണമുണ്ട്. പിന്നെ മൂവാണ്ടൻ വെച്ചിട്ടുണ്ട്. അതുപോലെ ചന്ദ്രക്കാര മാവ് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ മിറാക്കിൾ ഫ്രൂട്ട് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതായത് നമ്മൾ മിറാക്കിൾ ഫ്രൂട്ട് ഒരെണ്ണം കഴിച്ചിട്ട് നമ്മൾ പുളിയുള്ള എന്ത് സാധനം കഴിച്ചാലും നല്ല മധുരം തോന്നും. അതൊരു 1 മണിക്കൂർ കൂടുതൽ നമ്മുടെ നാവിൽ അതിൻ്റെ ആ ഒരു മധുരം നിൽക്കും. ധാരാളം കിളികൾ വരാറുണ്ട്. അതോടൊപ്പം ഇഷ്ടം പോലെ പൂമ്പാറ്റ വരാറുണ്ട്. എന്നും രാവിലെ തേന് കുടിക്കാനായിട്ട് പൂമ്പാറ്റകൾ, പല തരത്തിലുള്ള പൂമ്പാറ്റകൾ കാണാൻ എന്തൊരു ഭംഗിയറിയും. നല്ല വലുതുമുണ്ട്, അതേപോലെ തന്നെ തീരെ ചെറിയതായിട്ടുള്ള പല കളർ മഞ്ഞയും വെള്ളയായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു പൂമ്പാറ്റകൾ വരാറുണ്ട്. കർക്കിടകക്കഞ്ഞിക്ക് കുറേ മരുന്നുകൾ എടുക്കും, പച്ചമരുന്നുകൾ. മുക്കുറ്റി, അതുപോലെ തന്നെ പ്ലാവിൻ്റെ ഞെട്ട്, പ്ലാവിലയില്ലേ, പ്ലാവിലയുടെ ഞെട്ട്, കീഴാർനെല്ലി, മുയൽ ചെവിയൻ, പൂവാങ്കുരുന്നില, അതേപോലെ കയ്യോന്നി, ഉഴിഞ്ഞ ഇതിനെടുക്കണം, മുക്കാപ്പിരിയൻ, അതിൽ വേറെ ഒരെണ്ണമാണ് ചെറുമുള, പിന്നെ കുറുന്തോട്ടിയുടെ വേര്, ഞവര അരിയാണ് ഏറ്റവും നല്ലത്. അതിൻ്റെ പകുതി ചെറുപയർ ചേർക്കും, അതിൻ്റെ പകുതി ഉലുവ ചേർക്കും. ഉലുവ നല്ലതാണ്. പിന്നെ ആശാളി. ഈ ഞവര അരി, ആശാളിയും ഉലുവയും ചെറുപയറും ഒക്കെ കൂടി ആദ്യം വേവിക്കണം. അപ്പോൾ അത് വേവുന്ന സമയത്ത് നമ്മൾ ഈ പച്ചമരുന്നുകൾ നല്ലവണ്ണം അരച്ചിട്ട് അത് പിഴിഞ്ഞ് അതിൻ്റെ രസം, അതായത് നീരെടുക്കണം. അത്യാവശ്യം ടേസ്റ്റ് കൂടണമെങ്കിൽ തേങ്ങാപ്പാലിൽ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. അതല്ലെങ്കിൽ നമുക്ക് തേങ്ങ ഒന്ന് ചതച്ചിട്ടിട്ടാലും മതി. ഔഷധക്കഞ്ഞിയുടെ നല്ലൊരു മണം വരുന്നില്ല. പണ്ടത്തെ ആൾക്കാരുടെ ആരോഗ്യമൊന്നും ഇന്നത്തെ ആൾക്കാർക്കില്ല. കാരണം എന്താണ്, അവർ പ്രകൃതിയായിട്ട് ഇണങ്ങി ജീവിച്ചിരുന്നവരാണ്. ഇന്നത്തെ തലമുറ അതല്ല. കാറ്റ് ജീവിതത്തിൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല. പക്ഷേ നിങ്ങളെപ്പോലുള്ള കുട്ടികൾ അത് മനസ്സിലാക്കണം.
അത് മനസ്സിലാക്കി പ്രകൃതിയെ സ്നേഹിച്ച് മണ്ണിനെ സ്നേഹിച്ച് ഒട്ടും മണ്ണ് പാഴാക്കാതെ അവനവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അതിലൊക്കെ കൃഷി ചെയ്ത് ജീവിക്കുക. ആരോഗ്യമുള്ള ജനത, അതാണ് വേണ്ടത്. രാമമാകും നരകത്തിൽ നിന്നുടൻ തന്നുടെ കാവനിത്രാണനം ചെയ്കയാൽ പുത്രൻ എന്നുള്ള ശബ്ദം വിധിച്ചു ശതപത്ര സമുദ്ഭവൻ എന്ന കരുവനീ മാതൃവചന ശൂലാഭിഹിതനായ മേദിനി ബാലകുമാരനാം രാമനും എത്രയുമേറ്റം വ്യഥിതനായി ചൊല്ലിനാൻ ഇത്രയെല്ലാം പറയണമോ മാതാവേ. താതാർത്ഥമായിട്ടു ജീവനെ തന്നെയും മാതാവു തന്നെയും സീതയെ തന്നെയും ഞാൻ ഉപേക്ഷിപ്പൻ അതിനില്ല സംശയം, മനസ്സേ ഖേദം അതിനില്ലെനിക്കുമേ. രാജ്യമെന്നാകിലും താതൻ നിയോഗിക്കിൽ രാജ്യമെന്നാലെന്ന് അറിക നീ മാതാവേ. ലക്ഷ്മണൻ തന്നെ ത്യജിക്കുന്നു ചൊൽകിലും തൽക്ഷണം ഞാൻ ഉപേക്ഷിപ്പൻ അറിക.